ഓടി വരുന്ന ഓടിക്കോളൂ പുലി 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 പുലിയ മമ്മദിന്റെ അടുത്ത് പുലിയില്ല. ആരാണ് അവിടെ പുലിയുണ്ട് തന്നെ? മമ്മദേ എത്ര പുലിനെ കണ്ടവാ. മമ്മദിനോട് പുലി തോള് കണ്ടിക്ക. ഈ തോള് തയമ്പ് പുലിനെ മുട്ടുകാലോട് തട്ടിയിട്ടേ തോളിലിട്ടിട്ടായി മഹമ്മദ് നടന്നു പണ്ട്. ഈ മഹമ്മദും ബെന്നിയും നമ്മളെ നാരായണനും കൂടി പണ്ട് ഇവിടുന്നൊക്കെ പിടിച്ച പുലിനെ അന്ന് ഗൾഫ് നാട്ടിലേക്ക് കയറ്റിവിട്ടു. എന്താ സംഭവിച്ചറിയങ്ങൾക്ക്? എന്താ സംഭവിച്ചേ? ഓലെ അതിനെ ചതച്ചരച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചുവിട്ട് ടൈഗർ ബാമ്പ് പറഞ്ഞിട്ട് അതാണ് തേച്ചോണ്ടിരിക്കുന്നത്. പുലിയാത് നിങ്ങൾക്കറിയോ? ഇന്ന് ഈ കാണുന്ന നാടുണ്ടല്ലോ, ഈ വയനാട്, ഈ വികസിച്ച വയനാട്, നമ്മളും ബെന്നിയും നാരായണനൊക്കെ മരം കൊച്ചുന്ന തണുപ്പത്ത് അധ്വാനിച്ച് മലകളോടും മണ്ണിനോടും കാറ്റിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി ഉണ്ടാക്കിയതാണ്. അന്നത്തെ മനുഷ്യർക്കൊക്കെ ഒരു സ്നേഹമുണ്ട്, ഒരു ഐക്യമുണ്ട്. അറിയുന്നൊക്കെ അടുത്ത് മാറി ഒന്നും പോരുന്നേ. ആ പോലീസ് ഫയർഫോഴ്സ് ഒന്നോട് വന്നോട്ടെ. ഫോറസ്റ്റ് ഒന്ന് മാറിക്കൊണ്ട് ശരി. ഒരു പുലി ഇറങ്ങിയാലോ ഒരു ആന ഇറങ്ങിയാലോ പാവന കഷ്ടപ്പാട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. നാട്ടിൽ വയനാട്ടിൽ പുലി ഇറങ്ങിയതായി വാർത്ത. ജനങ്ങൾ ഭീതി. ജനം കൈരളി എല്ലാത്തിലും. ഇപ്പൊ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളവർക്കൊക്കെ കേട്ട വയനാട് നിറച്ചും പുലിയെന്നാണ്. എല്ലാം പുലിനെ കൊണ്ട് അയ്യര് കളിയെന്ന്. ഇതാ അവിടുത്തെ അവസ്ഥ. അല്ല നമുക്ക് പുലി എഴുതിയ വന്നേ. പുലി എഴുതിയ വന്നോ? നമ്മളെ ചുണ്ടക്കരയിൽ മില്ലുമുക്ക് പോയി കയറിയിട്ട് ചിറ്റൂർ കൂടെ അങ്ങ് പോയിന്ന് മനസ്സിലായില്ല. ചിറ്റൂർ കൂടെ മനസ്സിലായില്ല. എന്നാ ക്രിസ്ത്യാനികളായില്ല വന്നിട്ട് മുസ്ലിങ്ങളായില്ല കയറിയിട്ട് ഹിന്ദുക്കളായില്ല കൂടെ കയറിപ്പോയി. ഇപ്പൊ കുടിയിട്ടാ ഇപ്പൊ ഇങ്ങനെ പറയണോ? സ്ഥലം പറഞ്ഞാലൊന്നും അറിയില്ല, മതം പറയണ അറിയണമെങ്കിൽ ഇതാത്ത അവസ്ഥ. ഓഹോ. അല്ല ഹലോ എന്ത് അത് പുലിയല്ലാതെ അല്ലാത്ത ആ മൊബൈലല്ലേ നല്ല പുലിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് വന്നേ അന്റെ ഫോണിൽ വന്നിട്ടോ നമ്മള് കണ്ടല്ലേ. ഇച്ചെന്താണ് പറയുന്നത്? അത് വ്യാജായിട്ട് ഉണ്ടാക്കിയത്. എന്ത് വ്യാജം? എനിക്കതൊന്നും അറിയില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ നേരിട്ട് കണ്ടതാ പുലിന്റെ ഫോട്ടോ. നമ്മുടെ നാടും ആ സാധനമൊക്കെ പുലി തന്നെയാണ്. അല്ല എന്തൊക്കെയാ തട്ടിപ്പ് നടക്കുന്നത്? എല്ലാം വ്യാജം തന്നെ. എന്താ പറയാ? കാലം നാട്ടിന്റെ കാലം അല്ല പറയണ്ട. ഇന്നത്തെ ബന്ധതിനെ കുറിച്ച് പറയാനല്ലേ? നമ്മളെ ജന്മന അന്തരായതുകൊണ്ട് ഇപ്പൊ ഇത് കൊണാതെ ഞങ്ങൾക്ക് തോന്നുന്നു. എന്താണല്ലോ ഇപ്പൊ ഒന്നും കാണണ്ട, കേട്ടാൻ പറ്റില്ലോ. പണ്ട് ഈ വയനാട്ടില് IAS-കാര്, വക്കീൽമാര്, ഡോക്ടർമാര് എല്ലാരും ഉണ്ടാക്കി നമ്മളെ സ്കൂള് കഴിയാൻ പറ്റാം. ഹയർ സെക്കൻഡറി സ്കൂള് നമ്മൾ പഠിച്ച കാലത്ത് നമ്മളോട് ചോദിച്ച് നമ്മളെ അച്ഛനൊക്കെ ചോദിക്കുന്നു, മോനെ ഞാൻ താരാ കിട്ടിയിരിക്കുന്നേ? ഞാൻ പറയും അത് നമ്മളാ അല്ലെങ്കിൽ ബെന്നിയാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് നിങ്ങളെ താരാ മക്കളെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയൂ അതൊരു ക്രിസ്ത്യാനി ചക്രം അല്ലെങ്കിൽ അതൊരു മുസ്ലിം ചക്രം. കാലം അങ്ങനെ മാറിപ്പോയി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ മൊബൈലിൽ വരുന്നത്
എന്തൊക്കെയാ മൊബൈലിൽ വരുന്നത്? ഏതാ വ്യാജോ? വീഡിയോ വരുന്നുണ്ട്, ഫോട്ടോ വരുന്നുണ്ട്, ഏതാണെന്നൊന്നും നമുക്കറിയുന്നില്ല. ഏതാ സത്യമൊന്നും അറിയുന്നില്ല. വേറെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ രഹസ്യം വന്നെന്ന് വിചാരിച്ചോളൂ. രഹസ്യം വന്നാലോ ടി വിയിൽ ആദ്യം വരുന്ന വാർത്ത അതാ, അവിടെ ക്രിസ്ത്യാനികൾ കൂടുതലുണ്ട്, അവിടെ ക്രിസ്ത്യൻ വോട്ടാണ് കൂടുതൽ, ഇവിടെ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്, ഇവിടെ മുസ്ലിം വോട്ടാണ് കൂടുതൽ എന്ന് പറയും. അപ്പൊ ഹിന്ദുക്കൾ കൂടുതലുണ്ട്, ഹിന്ദുക്കളാണ് കൂടുതലുള്ളൂ. എന്നിട്ട് ജാതിക്കാരാണ് നോക്കിയിട്ട് സ്ഥാനാർത്ഥി ഒരു മനുഷ്യനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒത്തൊരു മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞാല് അങ്ങനെ പറയുന്ന ഒരു ചാനൽ നിങ്ങൾ കേട്ടിട്ടോ? നിങ്ങൾ കണ്ടിട്ടോ? ഇല്ല. ഇതാ ഇവിടുത്തെ അവസ്ഥ. ഒരു ഉത്തമ സ്ഥാനാർത്ഥിനെയാണ് ഞങ്ങൾ നിർത്തുന്നത്. ഒരു വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പൊ പറയാൻ മടിക്കുക. അല്ല, വേറൊരു സംഭവം. ഇപ്പൊ നമുക്ക് ബസ് കയറുമ്പോ തന്നെ ഒരു കവചൊക്കെ വാങ്ങുന്ന പറയുന്നത്. കാരണം ചില ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ എന്തിന്? റീച്ച് കൂട്ടാൻ മൊബൈലുമായിട്ട്. അല്ല, എന്ത് കാലായി കാലം. അല്ല മോനെ, ഇതൊക്കെ തന്നെയാണ് ശരി, ഇതൊക്കെ തന്നെയാ പറയുന്നത്. പറയുന്നത് ഇവിടെ രാജ രാജോ നമ്മള് കണ്ടിട്ടു കേട്ടിട്ടു ഇങ്ങനെ പോകാൻ മാത്രം. നന്നായാലും മോശമായാലും എളിയൊരു നന്ദി.